ഗുഡ് മോർണിംഗ്. അങ്ങനെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുക. വീട്ടിൽ തന്നെ നമ്മൾ ജൂണിൽ ക്ലാസ് തുടങ്ങിയ സമയത്ത് വിചാരിച്ചത് അറ്റ്ലീസ്റ്റ് മാക്സിമം ഓണം വെക്കേഷൻ വരെ ഇങ്ങനെ ഓൺലൈൻ മോഡിൽ പോകും. പിന്നീട് ഓണമൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും കോളേജിൽ നിങ്ങൾ വരും, നമുക്ക് നേരിട്ട് ക്ലാസ് എടുക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും പഴയ സിറ്റുവേഷൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷേ നമുക്ക് ഈ സെമസ്റ്റർ എക്സാമിനേഷൻ അടക്കം ഇതേ രൂപത്തിൽ പോകാൻ മതി. അതുകൊണ്ട് എടുക്കുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പോവുക. കാരണം ഇനി വേറൊരു ക്ലാസ് കിട്ടാനുണ്ടാവില്ല നിങ്ങൾക്ക്. കാരണം ഇപ്പം സിറ്റുവേഷൻസ് ഒന്നും ഒട്ടും നന്നായിട്ടില്ല, പഴയ രീതിയിൽ തന്നെ ഉള്ളത്. കോവിഡ് കേസസൊക്കെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ടേക്ക് കെയർ, പുറത്തൊന്നും പോകേണ്ട അധികം. പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്, ലാസ്റ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ പുതിയ മൊഡ്യൂളാണ്. ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സെഷൻ വേറൊരു ടീച്ചറും കൂടി എടുക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇത് ഇപ്പം ഫസ്റ്റ് ഇയർ ക്ലാസ് തുടങ്ങുന്നവരെ മാത്രമേ ഇത് കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ഇയർ BSc ഫസ്റ്റ് ഇയർ MSc ഒക്കെ തുടങ്ങുമ്പോൾ ക്ലാസ്സുകൾ കൂടുതൽ വരുമ്പോൾ ചിലപ്പോൾ ഇത് ബാക്കിയുള്ള ചില പോർഷൻസൊക്കെ വേറെ ടീച്ചറായിരിക്കും എടുക്കുക. ഇനി നമ്മൾ ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ള ചെറിയൊരു ഭാഗം, അതായത് ആപ്ലിക്കേഷൻസ് ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് ആണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചു ലാസ്റ്റ് ക്ലാസ്സിൽ. ഒന്ന് കമ്മ്യൂണിക്കേഷനിലുള്ള ആപ്ലിക്കേഷൻ, അതുപോലെ രണ്ടാമത്തെ എൻഡോസ്കോപ്പിലുള്ളത്. ഇനിയുള്ള ആപ്ലിക്കേഷൻസ് പിന്നെ മറ്റ് ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അത് കൂടി ഞാൻ ഇന്ന് ഒരു PPT ആക്കിയിട്ട് അതിൻ്റെ കൂടെ പറയാം. കാരണം നിങ്ങൾക്ക് നോട്ട്സ് അതിൽ തന്നെ എഴുതിയെടുക്കാം ഡയറക്റ്റായിട്ട്. കാരണം ആപ്ലിക്കേഷനൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് ഫിഗർ ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് എഴുതാനുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ PPT ആക്കിയിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് ഇൻ്റർഫറൻസ് ഒക്കെ എടുക്കുമ്പോൾ മറ്റേ പഴയ പോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ചിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആസ് സെൻസേഴ്സ്. സെൻസർ നിങ്ങൾക്കറിയാം അല്ലേ? ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ്. പലതരത്തിലുള്ള പേർപ്പസുകളിൽ നമ്മൾ ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് സെൻസേഴ്സ് ആർ യൂസിങ്. വാട്ടർ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈറ്റിനേജ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പല സ്വിച്ചുകളൊക്കെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സ്വിച്ചൊക്കെ ഓൺ ചെയ്യുന്നത് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം സെൻസേഴ്സ് പല ഡെയിലി ലൈഫിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. But in certain cases when there are electrically hazardous situations, നമ്മളിപ്പോൾ സ്പേസ് വെഹിക്കിൾസിൽ അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന സബ്മറൈൻസിലൊക്കെ ചിലപ്പോൾ നമുക്ക് സാധാരണ രീതിയിലുള്ള സെൻസേഴ്സ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്ത് വി ക്യാൻ യൂസ് ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ്. ഇൻ ഇലക്ട്രിക്കലി ഹസാർഡസ് എൻവയോൺമെൻറ്റ്സ് കൺവെൻഷണൽ മോണിറ്ററിംഗ് ഈസ് ഡിഫിക്കൽട്ട്. സാധാരണ രീതിയിലുള്ള സെൻസറിങ് ബുദ്ധിമുട്ടുള്ള സമയത്ത് വി ക്യാൻ യൂസ് ഫൈബർ ഒപ്റ്റിക് സെൻസർ. മാത്രമല്ല അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് അത്രയും ദൂരം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കും. ദെർഫോർ വി ക്യാൻ യൂസ് fiber optic sensors which are less expensive considering with other means. There is a requirement for accurate measurement of parameters. നമുക്ക് ചില പാരാമീറ്റേഴ്സ് തന്നെ, സെൻസർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ, നമ്മളിപ്പം ഇരുട്ടുന്ന വെളിച്ചം വരുന്നു, അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ സെൻസേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള accurate measurement of parameters such as liquid level, flow rate, position, temperature, pressure, ഇതൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റംസ്. ദേ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ സെൻസിങ് ആൻഡ് മെഷറിംഗ് ഓഫ് അക്കൗസ്റ്റിക് ഫീൽഡ്സ്. അക്കൗസ്റ്റിക് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, റൊട്ടേഷൻ, ആക്സലറേഷൻ, സ്ട്രെയിൻ, എക്സെട്ര, ഇതൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. Here there is a block diagram. See here, this is the block diagram എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പല എക്സ്പെരിമെൻറ്റ് പഠിക്കുമ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാമാണ് പഠിക്കുക. ബ്ലോക്ക് ഡയഗ്രാം മീൻസ് നമ്മൾ ഇവിടെ 3 ബ്ലോക്സ് ഉണ്ട് അല്ലേ? ഈ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ പീസ് അല്ല ഇത്. ഇതിനകത്ത് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും, അതെല്ലാം ചേർന്ന് നമ്മൾ ഒറ്റ ബ്ലോക്ക്. ഇപ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്, ആ ഫ്രിഡ്ജും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ വരയ്ക്കുന്നതിനാണ് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ബോക്സ്. അതിന് നമ്മൾ ഫ്രിഡ്ജ് എന്ന് എഴുതി കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിസ്റ്റം. ഇവിടെ നമ്മൾ എഴുതുന്നത് ഒരു വേറൊരു സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഒരു ഓഡിറ്റോറിയം എന്ന് ഇവിടെ എഴുതുകയാണെങ്കിൽ ഓഡിറ്റോറിയം ഈസ് എ സിസ്റ്റം. അതിൻ്റെ അകത്ത് ലൈറ്റ് ഉണ്ടാവും, ബൾബ് ഉണ്ടാവും, ഫാൻ ഉണ്ടാവും, ഒക്കെ മൈക്ക് സെറ്റ് ഉണ്ടാവും. ഇതെല്ലാം ചേർത്തിട്ടുള്ള ഓഡിറ്റോറിയം. അപ്പോൾ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്, ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ഒന്നിച്ച്. ഇതൊരു വേറൊരു ബ്ലോക്ക്. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയാം. ഇവിടെ നമ്മൾ ഏകദേശം ഈ പറയുന്ന സെൻസറിന് ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് 3 ബ്ലോക്സ് ആയിട്ടാണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്സ് മാത്രമല്ല, അത് കണക്ട് ചെയ്യുന്ന ഈ ലൈൻസ് ഉണ്ട്.
ഈ ലൈൻസാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഇവിടെ കണ്ടില്ലേ, ഈ 2 ബ്ലോക്സ്, ഇവിടെയുള്ള 2 ബ്ലോക്സും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലോക്സ്? ഒന്നാമത് ഒപ്റ്റിക്കൽ സോഴ്സ്. നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിലേക്ക് ലൈറ്റ് കൊടുക്കാനുള്ള സോഴ്സ്. ഈ നടുക്ക് ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ. ഈ ഒപ്റ്റിക്കൽ സോഴ്സിന് ലൈറ്റിൻ്റെ ഏജ് ഇങ്ങോട്ടേക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴി പാസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മോഡുലേഷൻ സോൺ. നമുക്ക് ആവശ്യമുള്ള സിസ്റ്റവുമായിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ മോഡുലേറ്റ് ചെയ്യുന്ന സോണാണ്. അത് കഴിഞ്ഞ് ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. ഇവിടുന്ന് ലൈറ്റിൻ്റെ ഏജ് ഡിറ്റക്ട് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കും, ഡിറ്റക്ട് ചെയ്തെടുക്കും. ദിസ് ഓൾസോ ഈസ് എ ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. Block diagram of the basic optical fiber sensor system is given below. It consists of an optical source, modulation zone and optical detector which are interconnected by optical fibers. ഇപ്പോൾ പറഞ്ഞാണ്, the optical fiber sensors may be implemented as intrinsic or extrinsic. 2 തരത്തിലുള്ള optical fiber sensors ഉണ്ട്, intrinsic as well as extrinsic. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നൊക്കെ പഠിച്ചല്ലേ? അപ്പോൾ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഉള്ളത്, എക്സ്ട്രിൻസിക് എന്ന് വെച്ചാൽ പുറത്തുള്ളത്. അപ്പോൾ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അർത്ഥം അകത്ത് തന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ തന്നെ ചേഞ്ച് ചെയ്യണം, സെൻസറായിട്ട് മാറുകയാണ്. മറ്റ് എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ അത് ക്യാരി ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഫൈബറിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല, അതിൻ്റെ പ്രോപ്പർട്ടീസിനൊന്നും മാറ്റം ഉണ്ടാവില്ല. അത് ഈ പറയുന്ന സംഭവം സെൻസ് ചെയ്യാൻ വേണ്ടി അതൊരു എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. The former type, intrinsic എന്ന് പറയുന്ന type is arranged such that the physical parameters to be sensed act on the fiber itself to cause a change in the transmission characteristics such as refractive indices of the core and cladding. ഈ ഒപ്റ്റിക്കൽ ഫൈബറിലുള്ളത് നമുക്കറിയാം, കോറും ക്ലാഡിങ്ങും ഉണ്ടാവും. അതിന് പ്രത്യേക തരത്തിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. ഈ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, സെൻസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ ചേഞ്ച് ചെയ്യും. ഇതിനനുസരിച്ച് നമ്മുടെ സെൻസ് ചെയ്യാനുള്ള ആ ഡിവൈസിനനുസരിച്ച് അല്ലെങ്കിൽ ആ സിഗ്നലിനനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സെൻസേഴ്സാണ് ഇൻട്രിൻസിക് സെൻസേഴ്സ്. മറ്റേ ടൈപ്പ് ആണെങ്കിൽ ദി ലാറ്റർ ടൈപ്പ് യൂസ് ദിസ് ഫൈബർ ആസ് എ ലൈറ്റ് ഗൈഡ് ടു ആൻഡ് ഫ്രം ദി സെൻസർ. മറ്റേതൊരു ലൈറ്റ് പാസ് ചെയ്യുന്ന ഡിവൈസ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. എക്സ്ട്രിൻസിക് ആകുമ്പോൾ ആ സെൻസറിനൊന്നും ആ ഒപ്റ്റിക്കൽ ഫൈബറിനൊന്നും സംഭവിക്കുന്നില്ല. ദാറ്റ് ഈസ് ഒരു പൈപ്പ്, ആ പൈപ്പിൽ കൂടി വെള്ളം ഒഴുകുന്ന പോലെ. മറ്റേതാണെങ്കിലോ ഈ പൈപ്പ് തന്നെ വെള്ളം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒഴുകുന്ന പോലെ, പൈപ്പിനകത്തെ കൂടി വെള്ളം ഒഴുകുന്നത്, പൈപ്പിനൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെയാണ് ഈ പറയുന്ന എക്സ്ട്രിൻസിക് സെൻസേഴ്സ്, which is configured to allow the measuring quantity to change the coupling characteristic between the feed and the return fiber. The different types of sensors are, പലതരത്തിലുള്ള സെൻസേഴ്സ് ഉണ്ട്. ഫേസ് ആൻഡ് പോളറൈസേഷൻ ഫൈബർ സെൻസേഴ്സ്, ഇൻട്രിൻസിക് ഫൈബർ സെൻസേഴ്സ്, എക്സ്ട്രിൻസിക് ഫൈബർ സെൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒരു എക്സാമ്പിളാണ് ഇൻട്രിൻസിക് ഫൈബർ സെൻസർ. ഇത് ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ ഒരു സോഴ്സ്, ഇത് ഡിറ്റക്ടർ. സോഴ്സിൽ നിന്ന് ലൈറ്റ് എനർജി വരുന്നു. ഇതിപ്പോൾ വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് സറൗണ്ടിങ് മീഡിയമാണ്. സറൗണ്ടിങ് മീഡിയത്തിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള പ്രിൻസിപ്പിളിനനുസരിച്ചാണ് സെൻസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സോഴ്സിന് ലൈറ്റ് എനർജി വരുന്നു, ലൈറ്റ് എനർജി താഴെ എത്തുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ പുറത്തേക്ക് ഈ മെറ്റീരിയലും ഇതും തമ്മിൽ കണക്ഷൻ ഇല്ല അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അകത്തുനിന്ന് തന്നെ ഇത് റിഫ്ലക്ട് ചെയ്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന് തിരിച്ച് ഡിറ്റക്ടറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേസമയം ഈ ഫ്ലൂയിഡിൻ്റെ ലെവല് ഈ ഒപ്റ്റിക്കൽ ഫൈബറിനെ ടച്ച് ചെയ്യുന്ന സ്ഥിതിയാണെങ്കിൽ എന്താ, സോഴ്സിന് ലൈറ്റ് വന്നു, ഇവിടുന്ന് നേരെ കണക്ട് ചെയ്തു, ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നില്ല, അതിന് പകരം ഇത് ഇതിനകത്തേക്ക് പ്രവേശിക്കും. കാരണം ഇവിടെയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് രണ്ടും തമ്മിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കാരണം, റേഷ്യോ കാരണം ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിന് പകരം ഇത് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഡിറ്റക്ടറിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഡിറ്റക്ടറിലൊന്നും കാണുന്നില്ലെങ്കിൽ അർത്ഥം വാട്ടർ ലെവൽ ഇത്രയാണ്. ഡിറ്റക്ടറിൽ എന്തെങ്കിലും വേവ് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അർത്ഥം വാട്ടർ ലെവൽ ഇതിനേക്കാളും കുറേ താഴെയാണ്. അങ്ങനെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യു ക്യാൻ യൂസ് ദിസ് ഇത് ഇൻട്രിൻസിക് ആണ്. കാരണം ഇതിനകത്തുള്ള ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുന്നത്. ഈ ലൈറ്റിൻ്റെ ഇതിനകത്ത് കൂടി പോകുമ്പോൾ ലൈറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ ഈ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഡിറ്റക്ടറിനകത്ത് നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് വൺ ടൈപ്പ് ഓഫ് സെൻസർ. Another example of intrinsic fiber sensor is magnetic field sensor. ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് സെൻസേഴ്സും നമ്മൾ ഇൻട്രിൻസിക് ഫൈബർ സെൻസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. In this sensor, the fiber attached to a magnetostrictive material whose length changes with the magnetic field. നേരത്തെ നമ്മൾ ലൈറ്റ് വേവിൻ്റെ പാസേജ് ചേഞ്ച് ചെയ്തതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡ് സെൻസേഴ്സിനകത്ത്
ലെങ്ത് ഈ പറയുന്ന ഫൈബറിൻ്റെ ലെങ്ത് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്. ലെങ്ത് മാറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച്. ദി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി മാഗ്നറ്റോസ്ട്രിക്റ്റീവ് മെറ്റീരിയൽ പ്രൊഡ്യൂസസ് എ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഇൻ ദി ഫൈബർ വിച്ച് ഇൻ ടേൺ ഇൻഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഒപ്റ്റിക്കൽ പാത്ത് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ്? അതായത് നിങ്ങൾക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യും. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലെ കൂടി പാസ് ചെയ്യുന്ന ലൈറ്റിനും അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ലൈറ്റിൻ്റെ പാസേജിൻ്റെ ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ സ്ട്രെയിൻ ഈ ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിലെ സ്ട്രെയിൻ ഉണ്ടാവും. ആ സ്ട്രെയിൻ ഇൻ ദി ഫൈബർ ഇൻ ടേൺ ഇൻഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഒപ്റ്റിക്കൽ പാത്ത്. ഒപ്റ്റിക്കൽ പാത്തിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ഉണ്ടാവും. ആ സ്ട്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഈ ലൈറ്റ് പാസ് ചെയ്യുന്ന പാത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് കൂടും ലെങ്ത് കൂടുമ്പോൾ. ആൻഡ് this change of length can be detected by using an interferometer. Change of length in turn the distance traveled by the light wave. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചിട്ടുണ്ടാവും. ആ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലെങ്ത് ഓഫ് ദി ഫൈബർ ചേഞ്ചസ്. വെൻ ലെങ്ത് ഓഫ് ദി ഫൈബർ ചേഞ്ചസ് ദി ഒപ്റ്റിക്കൽ പാത്ത് ഓഫ് ദി light energy changes, and that can be measured by using an interferometer. This is also another form of intrinsic sensors. Next, here it is a fiber optic temperature sensor. Another example, നമ്മുടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഫൈബർ ഒപ്റ്റിക് ടെമ്പറേച്ചർ സെൻസർ ആണ്. ലൈറ്റ് ഒരു സോഴ്സ് നിന്ന് വരുന്നു. ഇത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. ഇതിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ സെൻസിങ് സംഭവം ഉള്ളത്. സിലിക്കൺ ലെയർ യൂസ്ഡ് ആസ് സെൻസർ. ഇതൊരു സിലിക്കൺ ലെയറാണ്. ഇവിടെ ഒരു ലൈറ്റ് റിഫ്ലക്ടർ ഉണ്ട്. ഒരു മിറർ എന്ന് വിചാരിച്ചാൽ മതി. മിറർ ഒരു സിൽവേർഡ് മിറർ, അത് റിഫ്ലക്ട് ചെയ്യും ലൈറ്റിനെ. സിലിക്കൺ ലെയർ, ഇവിടെയുള്ള സിലിക്കൺ ലെയർ ഡിറ്റക്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് വന്നു, ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ലൈറ്റ് ഇങ്ങോട്ടേക്ക് പോകും. ഈ വരുന്ന ലൈറ്റിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ we can use this as the sensor for temperature സെൻസ് ചെയ്യാൻ വേണ്ടി, ടെമ്പറേച്ചറിലെ ഡിഫറൻസ് കാണാൻ വേണ്ടി, വളരെ ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻസേഴ്സാണ് ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. The principle behind the working of the sensor is the light absorption characteristics of silicon as a function of temperature. അതായത് സിലിക്കണിന് ലൈറ്റ് അബ്സോർപ്ഷൻ ഉള്ള പ്രോപ്പർട്ടി ഉണ്ട്. ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലൈറ്റ് എനർജി വ്യത്യാസം ഉണ്ടാവും. ദെർഫോർ ആ ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ്റെ കപ്പാസിറ്റി സിലിക്കണിൻ്റെ നോക്കിയിട്ടാണ് നമ്മളിവിടെ ഈ സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്ട്രിൻസിക് ഡിവൈസ്. ഇൻട്രിൻസിക് അല്ല, എക്സ്ട്രിൻസിക് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മൾട്ടി മോഡൽ ഒപ്റ്റിക്കൽ ഫൈബർ കോട്ടഡ് അറ്റ് one end with a thin layer of silicon which is then covered with a reflective coating. In this device ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാവും, അതുപോലെ ഒരു സിലിക്കോൺ കോട്ടിംഗ് ഉണ്ടാവും. ഇൻ ദിസ് ഡിവൈസ് ദി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഫൈബർ ഡസ് നോട്ട് ചേഞ്ച്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇറ്റ് മിയർലി ക്യാരീസ് ദി ലൈറ്റ് ബീം ഫ്രം ലൈറ്റ് സോഴ്സ് ടു ദി സെൻസിങ് മെറ്റീരിയൽ. ഇത് അതായത് ഇവിടെ ഫിഗർ കാണിച്ചുതരാം. ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബറിന് യാതൊരു മാറ്റമില്ല, അത് അതുപോലെ തന്നെ ഉണ്ടാവും. ഈ സെൻസിങ് മെറ്റീരിയലിലേക്ക്, ഈ സിലിക്കണിലേക്ക് ഈ ലൈറ്റിനെ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള പേർപ്പസ് മാത്രമേ ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളൂ. അല്ലാതെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ദറ്റ് ഈസ് കോൾഡ് എൻ എക്സ്ട്രിൻസിക് സെൻസർ which is then covered with a reflective coating. In this device the optical properties of the fiber does not change. It merely carries the light beam and hence it is called a extrinsic sensor. And then from this sensing material to the detector, sensing material കൊണ്ടുപോകും, അവിടുന്ന് പിന്നെ ഡിറ്റക്ടറിലേക്ക് തിരിച്ചു കൊണ്ടുവരും. The system are best suitable for military. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മിലിറ്ററി ആപ്ലിക്കേഷനാണ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉപയോഗിക്കുക. Because of their small size, low weight, ഡിപ്ലോയബിലിറ്റി, സർവൈവബിലിറ്റി, സെക്യൂരിറ്റി, നമുക്ക് മെഡിക്കൽ പർപ്പസിന് മിലിറ്ററി പർപ്പസിന് യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ വളരെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള, വളരെ ചെറിയ സൈസുള്ള, ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സെൻസേഴ്സാണ് ഈ പറയുന്ന ടെമ്പറേച്ചർ സെൻസേഴ്സ്. ടെമ്പറേച്ചർ 0.001 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ടെമ്പറേച്ചർ വരെ സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. മിലിറ്ററിയിൽ സാധാരണ എയർക്രാഫ്റ്റ്സിൽ, ഷിപ്സിൽ, ടാങ്ക്സിൽ, മൊബൈലായിട്ടുള്ള മിലിറ്ററി ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്ന മിലിറ്ററി ആപ്ലിക്കേഷൻസിലൊക്കെ വളരെ ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് സെൻസ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ്. അതേപോലെ വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. മെഡിക്കൽ ഫീൽഡിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഇൻ എൻഡോസ്കോപ്സ്.
എൻഡോസ്കോപ്സിലുള്ള ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ എടുത്തു. അതുപോലെ വേറെ ആപ്ലിക്കേഷൻ ഉള്ളത് അത് നേരത്തെ പറഞ്ഞതാണ് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അത് ഏറ്റവും വലിയ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ ഓൾസോ വി ആർ യൂസിങ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിൽ ഞാനൊരു അസൈൻമെൻറ്റ് തരാം. നിങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു question, the problem there, that problem you have to do, and in the next class we have to start new module. Okay, goodbye.